പുല്ലാജ് കഞ്ചാവടിയം മുത്തു കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. എപ്പിടീടാ മുത്തു പോയില്ലടാ തന്തനെ നെഞ്ഞു ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് ഒരു 10-12 ദിവസമൊക്കെ ആയിട്ടുണ്ടാകും തോന്നുന്നു കേട്ടോ. ഭയങ്കര ബിസിയായിപ്പോയി, ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ പറയുക, ഒരുപാട് തിരക്കിലായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചു എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഇടാൻ പറ്റിയില്ല. എന്തായാലും ഇനി ഫുൾ ആക്റ്റീവ് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അറിയില്ല ഇനിയിപ്പോൾ ആക്റ്റീവ് ആകാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. മാക്സിമം ആക്റ്റീവ് ആവാൻ നോക്കാം, ഇല്ലെങ്കിൽ പറ്റുന്നത് പോലെയൊക്കെ വീഡിയോസ് ഇടാം. ഇപ്പോൾ എന്തായാലും കുറച്ച് തിരക്കിലാണ്, കുറേ കാര്യങ്ങളും ഇതൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഇനി ഞാൻ എന്തായാലും എല്ലാം ശരിയായിട്ട് ഇൻഷാ അല്ലാ ഞാനത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരു ഗുഡ് ന്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും അത് ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് ചോദിച്ചു എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തപ്പോൾ, വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, ചാനൽ ഇതായിപ്പോയില്ലേ, വീഡിയോസൊക്കെ ഇടണം, എപ്പോഴും ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. എനിക്ക് എന്തായാലും എപ്പോഴാണെങ്കിലും എന്താ പറയുക, ഫുള്ളായിട്ട് ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ ഇന്ന് എന്തായാലും ഷാജിദയുടെ കാര്യം തന്നെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് പുറകോട്ടായി ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് കൊണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി വീണ്ടും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഷാജിദയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഷാജിദയുടെ അയൽവാസി മരിച്ചതിൻ്റെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ ഒരു ഇത് മരണം പോലും എന്താ പറയുക, പുള്ളിക്കാരി ആഘോഷിക്കുന്ന തരത്തിൽ ഇത്രയ്ക്ക് മാത്രം അതപ്പതിച്ചോ, എന്തിനാണ് ഇവൾ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഒരു മരണം, നമ്മുടെ ശത്രു മരിച്ചാൽ പോലും നമ്മളെ അത്രത്തോളം ദ്രോഹിച്ച് നമ്മളെ എന്താ പടുകുഴിയിൽ എത്തിച്ച ശത്രു മരിച്ചാൽ പോലും അങ്ങനെ നമ്മളെന്താ പറയുക, അങ്ങനെ നമ്മൾ ആഘോഷിക്കരുത്. നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ ഒരു മനുഷ്യത്വം ഉള്ളവർ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മളെത്ര മാത്രം ദ്രോഹിച്ചാലും നമ്മൾ എത്രമാത്രം വേദനിപ്പിച്ചാലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? എന്നെ എത്ര വേദനിപ്പിച്ചാലും എൻ്റെ അടുത്ത് വന്നിട്ട് ക്ഷമ ചോദിച്ച് ഞാൻ അപ്പം തന്നെ ഇതായി പോട്ടെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. പിന്നെ നമ്മൾ സഹി കേടുമ്പോൾ പിന്നെ നമുക്ക് എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. എങ്കിൽ കൂടി മരണം ഇത്രയ്ക്ക് മാത്രം ആഘോഷിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണണം. ഞാൻ എന്തായാലും ആ വീഡിയോ ഫസ്റ്റ് പ്ലേ ചെയ്തത് നിങ്ങൾ കുറച്ച് കണ്ടല്ലോ. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. നീ കളിക്കടി, നീ പൊക്കടി, നീ തുണി പൊക്കി കാണിക്കടി, നീ പൊക്കി കാണിക്ക്. നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. നമ്മക്ക് സ്വന്തമായിട്ട് അറിയാം. ഇതാ നിങ്ങൾ ഷാജി എന്ന് പറയണോള്. നിന്റെ അപ്പനെ എനിക്ക് പൈസ. ഈ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടല്ലോ, മുത്തു ആണ് പുള്ളിക്കാരിയെ ദ്രോഹിച്ചത്. മുത്തുവിന്റെ ഉപ്പ മരണപ്പെട്ടു. മരിച്ച ആ വ്യക്തിയെ പോലും വെറുതെ വിടാതെ കഴിഞ്ഞ ലൈവിൽ കുറച്ച് ദിവസങ്ങളായിട്ടാണ് കഴിഞ്ഞിട്ട് എനിക്ക്. അപ്പോൾ ആ സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്യുന്നത്. ആ മരിച്ച ആളെ പോലും വെറുതെ വിടാതെ എന്തൊക്കെ വാക്കുകളാണല്ലോ പറയണത്. ആ ഉമ്മാനെയും അതുപോലെ എന്താണ് ഖാദർ എന്ന് പറയുന്ന ആ മരണപ്പെട്ടു പോയ ആ വ്യക്തിയെയും പുള്ളിക്കാരി എന്താ പറയുക, നമ്മളെന്തെങ്കിലും ഒരു ഇത് ചെയ്ത പടച്ചോൻ തെറ്റ് ചെയ്ത തൗബ ചെയ്ത പടച്ചോൻ പൊറുക്കുമെന്ന് പറയാം. ഇവള് എന്താ പറയുക, മരിച്ച ആളെ പോലും ഇങ്ങനെ വിളിക്കണമെങ്കിൽ ഈ പെണ്ണിന് ശരിക്കും എന്തെങ്കിലും മെൻ്റലി എന്തോ പ്രോബ്ലം ഉണ്ടോയെന്ന് തന്നെ തോന്നിപ്പോണു. ഒരിക്കലും ഒരാൾക്കും ഇത്രമാത്രം ഇതായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ആ ഒരു വീഡിയോ തന്നെ എടുത്ത് നോക്കുക, അതിൽ എന്തെല്ലാമാണ് അവൾ പറയുന്നത്, തെറി വാക്കുകളെല്ലാം പറയുന്നുണ്ട്. എന്തായാലും മരിച്ച വ്യക്തിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ലൈവിൽ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. പുല്ലാജ് കഞ്ചാവടിയം മുത്തു കഞ്ചാവടിയം മുത്തു. എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു. എപ്പിടീടാ മുത്തു പോയില്ല ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത. നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ. എടാ പുല്ല മുത്തു, നീ വരാൻ വേണ്ടി കാത്തിരിക്കരുന്നടാ തെമ്മാടി. നീ വാടാങ്ങിട്ട്, നീ വാടാ പുല്ല. നീ എന്താണ് പറഞ്ഞേ? എന്റെ മക്കളുടെ നെല്ലിക്കാട് നാട്ടിൽ നടത്തിയ നീ കഞ്ചാവ് അടിപ്പി. എടാ കഞ്ചാവ് അടിയം പുല്ല മുത്തു. നീ എന്റെ മക്കളിനെ ആ തല്ലൂടനുണ്ട് ഇടയിൽ തന്തയില്ലാത്ത മക്കളെ വളർത്തുന്ന കെട്ടിയോനില്ലാണ്ട് നിരങ്ങിയിട്ട് നിന്റെ തള്ളക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി. നിന്റെ
നിനക്ക് തന്തയില്ലാണ്ടാക്കിയില്ലടാ പടച്ചോന് മിസ്റ്റർ മുത്തു. അങ്ങനെ തന്നെ വേണടത്തമ്മ. എൻ്റെ ഉപ്പ മരിച്ചിട്ടും ആ എന്താണ് പയ്യൻ്റെ ഉപ്പാനെ വിളിക്കുന്ന വാക്കുകൾ കേട്ടില്ലേ? അതുപോലെ ഈ സത്യത്തിൽ ഈ പെണ്ണിൻ്റെ ഈ ഒരു ഇത് കാണുമ്പോൾ ശരിക്കും അറപ്പും വെറുപ്പാണ് ഈ ഒരു സ്ത്രീയോട് തോന്നുന്നത്. ആ 5 മക്കളുടെ ഉമ്മ എന്നുള്ള പരിഗണന പോലും, ഭർത്താവില്ലാത്ത സ്ത്രീ എന്ന പരിഗണന പോലും ഈ പുള്ളിക്കാരി തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ. എന്തിനാണ് ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് അധപ്പതിക്കാൻ കഴിയുമെന്ന് നമുക്ക് അത്ഭുതം തന്നെയാണ് ഇവളുടെ ഒരു ഇത് കണ്ടിട്ട്. ഇവിടെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും അധപ്പതിക്കുന്ന വാക്കുകൾ, മരിച്ച ആളുകളെ പോലും ഇങ്ങനെ പറയാൻ മാത്രം ഇവൾക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം കിട്ടുന്നത്? എന്തിനാണ് ഇങ്ങനെ അവഹേളിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് ഇവിടെ ഇത്ര അഹങ്കരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഇവൾക്ക് ശരിക്കും എന്താണ് പബ്ലിക്കിൽ മൊത്തം നെഗറ്റീവ് ഇമേജാണ്. എന്നിട്ട് പോലും ആ നെഗറ്റീവിലൂടെ തന്നെ കാശ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണോ ഇവളുടെ പുറകെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് വരെ സത്യത്തിൽ എന്താണ് ചിന്തിച്ചു പോകണം. അത്രയ്ക്ക് മാത്രം ഇതായിട്ടാണ് ഇവള് സംസാരിക്കുന്നതും ആൾക്കാരെ വെറുപ്പിക്കുന്നതും. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ചോദ്യം ചെയ്താലോ, അതുപോലെ നമ്മൾ റിയാക്ട് ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലോ അവർക്കെതിരെ കേസ് കൊടുക്കുക. എന്ത് കണ്ടിട്ട് കേസ് കൊടുക്കുന്നു? നീ പറയുന്ന കാര്യങ്ങളാണ് അവരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ റിയാക്ട് ചെയ്യുന്നത്, അല്ലാതെ ഞങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്നൊന്നും എടുത്തിട്ട് ഞങ്ങളാരും റിയാക്ട് ചെയ്യുന്നില്ല. ആ 5 മക്കൾ വളർന്നു വരുവാണെന്ന് പോലും ചിന്തിക്കാതെ ഈ പുള്ളിക്കാരി എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്, എന്തൊക്കെയാണ് പറയണമെന്ന് പോലൊന്നും പുള്ളിക്കാരിക്ക് അറിയുന്നില്ല. പുള്ളിക്കാരി ഒരു സ്ത്രീയാണ്. ചിലപ്പോൾ എന്താ പറയുന്നത്, ഈ വന്ന കാലത്ത് ഈ കുറ്റം പറയുന്ന ഇവള് ഈ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, അവർക്ക് എപ്പോഴാണ് അവൻ്റെ സ്വഭാവം മാറുകയെന്നറിയില്ല. ചിലപ്പോൾ അവർ നാളെ ഇവളെ എന്തെങ്കിലും ചെയ്യാൻ പോലും മടിക്കാത്തൊരു അവസ്ഥ വരും. അപ്പം ആർക്കാണ് പോകുന്നത്? ആ മക്കൾക്കല്ലേ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഉമ്മ ആ മക്കൾക്ക് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇവളെ പറയുമ്പോൾ ഇവള് മക്കളെ പറഞ്ഞ് കണ്ണീരൊഴുക്കിയിട്ടാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. ആരും മക്കളെ ഒന്നും പറയുന്നില്ല. ഇവളുടെ ആ ഒരു ഇതാണ് ആളുകൾ എടുത്ത് പറയുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരി എൻ്റെ മക്കളെ പറഞ്ഞു എന്നുള്ള വ്യാജേന വന്നിട്ട് ഭയങ്കര കരച്ചിലും ഭയങ്കര ഇതിപ്പോൾ കൈസിനെയാണെങ്കിലും വന്നിട്ട് എന്തെല്ലാമോ പറഞ്ഞു. കൈസിന് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വിളിച്ചിട്ട് പല പ്രശ്നങ്ങളും പുള്ളിക്കാരി ഉണ്ടാക്കിയതാണ്. അതുപോലെ കുറേ വീഡിയോസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് കുറേയൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. എപ്പോഴാണ് ഒരു ടൈം കിട്ടിയപ്പോൾ ഇപ്പോഴും ടൈമില്ല. പക്ഷെ ആ കിട്ടിയ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പുള്ളിക്കാരിയെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. എന്റെ വിളി കേട്ടു. എന്റെ പടച്ചോൻ എന്റെ വിളി കേട്ടറ പുല്ല. നീ എന്നെ തന്തയില്ലാത്ത മക്കളെ എന്റെ മക്കളെ വിളിച്ച 3ന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ. നിന്റെ തന്തന്റെ തല തെറിച്ചില്ലടാ. അതാ എന്താ പറയുക, സ്ത്രീയോട് ശരിക്ക് നേരിട്ട് കണ്ട 2 കൊടുക്കാൻ തോന്നുന്നു. അത്രയ്ക്കും ദേഷ്യം തോന്നുന്നു. ശരിയുടെ മുത്തുമായിട്ട് പല പ്രശ്നങ്ങളുള്ളതൊക്കെ നമ്മൾ ആ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അഥവാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ഇവിടെ ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൾക്ക് പറയാനുള്ളത് നേരിട്ട് പറഞ്ഞാൽ പോലെ ഈ വീഡിയോസിൽ വന്നിട്ട് ഈ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടുള്ള ഇവളുടെ നേട്ടം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരാളെ പറയുന്നത്, ഒരാളെ ചെയ്യുന്നത്? നാളെ നീയും മരിക്കേണ്ടതാണ്, ഈ പറഞ്ഞ ഞാനും മരിക്കേണ്ടതാണ്. മരണം എപ്പോഴാണ് എന്താണെന്ന് ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നിന്ന നിൽപ്പിൽ നമ്മൾ മരിക്കും, ചിലപ്പോൾ നാളെ നമുക്ക് ആയുസ്സുണ്ടോ എന്ന് പോലും അറിയില്ല. ആ ഒരു സെക്കൻഡ് മതി മരിക്കാൻ. പടച്ചോൻ തന്നെയാണ് മരണം തീരുമാനിക്കുന്നത്. ഈ അഹങ്കരിക്കുന്നത്, നീ നാളെ മരിക്കില്ല എന്ന് കരുതിയിട്ടാണോ നീ ഇത്രയ്ക്ക് മാത്രം അഹങ്കരിക്കുന്നത്? നീ എന്ത് കണ്ടിട്ടാണ് ഇത്ര അഹങ്കരിക്കുന്നത് ഷാജിദ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ 5 മക്കളെ കണ്ടിട്ടോ, ആ 5 മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് നീ ഇങ്ങനെയും ഇത്രത്തോളം ഇതായിട്ട് സംസാരിക്കുന്നത്. തെറി വാക്കുകളാണെങ്കിലും മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം നീ സംസാരിക്കുന്നത്. നാളെ ആ മക്കൾ നിന്നെ തിരിച്ചു കൊത്തുന്ന ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കണ്ടീഷനിലാണ് ഷാജിദയുടെ പോക്കെങ്കിൽ നാളെ ആ 5 മക്കളും ഇവിടെ എന്താ പറയുക പെരുവഴിയിൽ ഇറക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു. കണ്ടു നോക്കൂ. നിങ്ങളെ വളർത്തണ്ട, ആമ്പിള്ളേരെ വളർത്തണ്ട. തല്ലണ്ട പ്രായമാകുമ്പോ തല്ലിക്കോടെ ഇത് നിന്നെ വെല്ലുക. ഇങ്ങനെ വിളിക്കണ്ടാ. അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി നോക്കാം. നിന്നെ ഞാൻ കാത്തിരിക്കായിരുന്നു മോനെ. നീ എന്റെ ലൈവിൽ കയറി വരും എന്നെനിക്ക് അറിയായിരുന്നോടാ മോനെ. എടാ നീ എന്റെ ഈ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത്? ഈ മക്കളിലേക്ക് നീ കൊഞ്ചം ഓടിപ്പിക്കോടെ മോനെ. നീ ഒന്ന് അടുപ്പിച്ച് കാണിക്കണം മോനെ. ഒന്നല്ലടാ എനിക്ക് കാണേണ്ടത്. നീ ഒന്ന് കാണിക്കടാ. നിന്റെ തന്റെ കാതർ ഉണ്ടാക്കിയതല്ലടാ, അത് കബീറിന്റെ വിത്തുകളിടാ. അത് കബീറിന്റെ വിത്തുകള്. ഈ 5 എണ്ണം കബീറിന് ഉണ്ടാക്കിയത് അല്ല, നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരങ്ങി ഉണ്ടാക്കിയതല്ലടാ. ഓക്കെ, കബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലാടാ. അതുപോലെ അല്ലടാ ഇത് ഉണ്ടാക്കിയത്. അന്തസായി പിടിച്ചുണ്ടാക്കിയത്, അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇങ്ങോട്ട് ഓടി വന്ന പോലെ അല്ലടാ പുല്ല. നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വെട്ടാൻ പോയ കാദർഖാന്റെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്കുള്ളത്.
എനിക്ക് അന്തസ്സായി നല്ല ചരിത്രമാണുള്ളത്. അതുകൊണ്ട് നീ ചരിത്രം വളപ്പിക്കണ്ടടാ. എന്താ പറയാ, ഇവള് മക്കളെ ഗുണ്ടകളാക്കാണ്, ഇവള് തന്നെ ഗുണ്ടകളാക്കുകയാണ് മക്കളെ. അപ്പോൾ ഇവള് പല ലൈവിലും വന്നിട്ട് എൻ്റെ മക്കളെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മോങ്ങി കരഞ്ഞ് മെഴുകണത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇതെന്ന് കണ്ട് തന്നെ മനസ്സിലാവും ആരാണ് മക്കളെ വഴിതെറ്റിക്കുന്നത്, ആരാണ് മക്കളെ പറയുന്നതെന്ന്. എൻ്റെ മക്കളെ വളർന്നതിന് ശേഷം ഞാൻ ഇതിനെല്ലാം പകരം വീട്ടും, നീ എണ്ണിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം മക്കൾ വളരുമ്പോൾ നിന്നെ അടിക്കാതെ സൂക്ഷിക്കണം ഷാജിദ. ഇതൊക്കെ കണ്ടിട്ടല്ലേ മക്കൾ വളരുന്നത്. മക്കളെ എൻ്റെ മക്കളെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ ഇതിൽ പറയും. നിൻ്റെ മക്കളെ നീ തന്നെയാണ് വഴിതെറ്റിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇങ്ങനെ ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ അധികം താമസിയാതെ തന്നെ നിൻ്റെ മക്കളെ നീ തന്നെ വഴിതെറ്റിക്കും, നീ തന്നെ ഗുണ്ടയാക്കി മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആൺമക്കളാണെന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കേണ്ട യാതൊരു കാര്യമില്ല ഷാജിദ. ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് പഴമക്കാർ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കുന്നത്. നമ്മൾ മക്കളെ കണ്ട് ഒരിക്കലും പ്രതീക്ഷ വെക്കരുത്. നമ്മൾ മക്കൾ നാളെ എങ്ങനെയാണ് എന്താണെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഈ വന്ന കാലത്ത്. നേരത്തെ ഒരു കാലഘട്ടമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ മക്കൾ വളരുമായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കാലഘട്ടത്തിൽ 2K കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞ് നമ്മുടെ ചൊൽപ്പടിക്ക് വളരണമെന്ന് പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ മക്കളെ കിട്ടുകയില്ല. 100% നമ്മുടെ ചൊൽപ്പടിക്ക് നമ്മുടെ മക്കളെ കിട്ടില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നീ ഈ 5 മക്കളെ കണ്ടിട്ടാണ് നീ ഇങ്ങനെ വീരവാദം മുഴക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി ഷാജിദ. നിനക്ക് ആ ഒരു ഇത് കിട്ടില്ല എന്ന് തന്നെ എത്ര വേണമെങ്കിൽ ആണയിട്ട് പറയാം. മക്കൾ കുറച്ചൊക്കെ നിൻ്റെ പൈസയ്ക്ക് വേണ്ടി നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ അവർക്കൊരു സമയം വന്നു കഴിഞ്ഞാൽ ആ മക്കൾ നിന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ വരും. അത് വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. നിൻ്റെ ഈ അഹങ്കാരം ഇതിനൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതിനൊക്കെ തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഷാജിദയെക്കുറിച്ചിട്ടുള്ള എന്തൊക്കെ നിങ്ങളുടെയൊക്കെ പറയാനുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാം അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോസിലൊക്കെ ആളുകൾ എന്താണ് ഷാജിദയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.